ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ദൈവത്തെക്കുറിച്ചിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തെ നിങ്ങൾ തീർത്തും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ആർഗ്യുമെൻ്റ് നിലനിൽക്കുന്നത് തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ ചില അസംഷനുകളിലും തെറ്റിദ്ധാരണകളിലുമാണ്. ഇതൊരു ബാഡ് ആർഗ്യുമെൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 5 വീക്ക് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 2 ഫാലസീസ് ആണ്. ബാക്കിയുള്ളത് ഈ ഒരു വാദത്തിൻ്റെ ലോജിക്കൽ കോൺസിക്വൻസ് ആണ്. ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത് എന്ന ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പ്രശ്നം ഇതൊരു സ്ട്രോമാൻ ആണ് എന്നുള്ളതാണ്, ഒരു ഫാലസിയാണ്. ഇവിടെ സ്കെപ്റ്റിക്സ് എതിർക്കുന്നത് നമ്മൾ ക്രൈസ്തവർക്ക് ഇല്ലാത്ത ഒരു വിശ്വാസത്തെയാണ്. എവ്രിതിങ് നീഡ്സ് എ ക്രിയേറ്റർ, അതായത് എല്ലാത്തിനും ഒരു സൃഷ്ടാവ് ഉണ്ടാവണം എന്ന ഒരു അസംഷനിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു നിലപാടില്ല. യഥാർത്ഥ ലോ ഓഫ് കോസാലിറ്റിയും ക്രൈസ്തവ വിശ്വാസവും പറയുന്ന ഇതാണ്: എവ്രിതിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ഹാസ് എ കോസ്. അതായത് ആരംഭമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്ന് മാത്രമാണ്. ആരംഭമില്ലാത്ത അനാദിയായ ഒന്നിന് ഒരു കാരണമോ സൃഷ്ടാവോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല. ഇനി ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഇതൊരു കാറ്റഗറി എററാണ്, ഒരു ഫാലസിയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നത് ലാസ്റ്റ് സപ്പർ വരച്ചത് ഡാവിഞ്ചി ആണെങ്കിൽ ഡാവിഞ്ചിയെ വരച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ പാക്കരൻ ദോശ ചുട്ടു, പാക്കറിനെ ചുട്ടത് ആര് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇത് നമ്മുടെ രവിചന്ദ്രൻ സാറിന് തന്നെ ഒരു ഉദാഹരണമാണ് കേട്ടോ. ഈ ചോദ്യം തന്നെ ഒരു അസംബന്ധമാണ് അല്ലേ? ഇത് രണ്ടും 2 കാറ്റഗറിയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വരച്ചെടുക്കേണ്ട ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചിത്രത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല ഡാവിഞ്ചി. അതുപോലെ തന്നെ ചുട്ടെടുക്കേണ്ട ഒരു ദോശയുടെ കാറ്റഗറിയിൽ വരുന്ന ആളല്ല പാക്കരൻ. അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ക്രിയേഷൻ്റെ കാറ്റഗറിയിലല്ല ദൈവം വരുന്നത്. ദൈവം അൺകോസ്ഡ് കോസാണ്, അൺമൂവ്ഡ് മൂവറാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇവിടെ രവിചന്ദ്രൻ സാറ് പറയുന്ന മറ്റൊരു ഉദാഹരണം കൂടി പരാമർശിക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെ ആര് പഠിപ്പിച്ചു എന്നതാണ്. ഇവിടെ ഈ ഉദാഹരണത്തിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കാറ്റഗറി മിസ്റ്റേക്ക് ഈ ഉദാഹരണത്തിലില്ല. കാരണം എവരി ടീച്ചർ ഈസ് ഓൾസോ എ സ്റ്റുഡൻറ്റ് അല്ലേ? ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാറ്റഗറിയിലും പെടും. അതുകൊണ്ട് ഇതൊരു റോങ് അനാലജിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഉദാഹരണം എൻ്റെ പോയിൻ്റാണ് തെളിയിക്കുന്നത്. ഹി ഈസ് പ്രൂവിങ് മൈ പോയിൻ്റ്. നമുക്ക് E = mc² എന്നൊരു ഇക്വേഷൻ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇന്നത്തെ ഒരു സയൻസ് ടീച്ചർ സ്റ്റുഡൻസിന് E = mc² എന്ന ഈ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് കരുതുക. ആ ടീച്ചറെ അതാര് പഠിപ്പിച്ചു? അവരുടെ ടീച്ചർ. ആ ടീച്ചറെ ആര് പഠിപ്പിച്ചു? അവരുടെ ടീച്ചർ. അങ്ങനെ നമ്മൾ ചരിത്രത്തിലൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനിൽ എത്തി നിൽക്കും അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീനെ ഇത് ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഏതൊരു അറിവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ടീച്ചറെ ആര് പഠിപ്പിച്ചു? അവരുടെ ടീച്ചർ. ആ ടീച്ചറെ ആര് പഠിപ്പിച്ചു? അവരുടെ ടീച്ചർ. പക്ഷേ ഈ ചെയിൻ അങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകില്ലല്ലോ. എവിടെയെങ്കിലും വെച്ച് ഈ ചെയിൻ അവസാനിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു യുക്തി നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന ഒരു ലോജിക്കൽ ഡെഡ് എൻഡിലാണ്. ഇതാണ് എൻ്റെ അടുത്ത പോയിന്റ്. ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ എന്ന് ചോദിക്കുന്നതിൻ്റെ മൂന്നാമത്തെ പ്രശ്നം ഈ ഇൻഫിനിറ്റ് റിഗ്രസ് ആണ്. ഇതൊരു ലോജിക്കൽ ഫാലസി ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഫോൾട്ടി റീസണിങ് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു ലോജിക്കൽ ഡെഡ് എൻഡ് ആണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഒരു ബിഗിനിങ്ങിനൊരു സ്ഥാനമില്ല, ഒരു ആരംഭത്തിനൊരു സ്ഥാനമില്ല. അതിൻ്റെ ലോജിക്കൽ കോൺസിക്വൻസ് എന്താണ്? ഇൻഫിനിറ്റ് റിഗ്രസ്. അതാകട്ടെ പ്രാക്ടിക്കലി നിലനിൽക്കുന്ന ഒന്നല്ല. ഞാൻ ഇതൊരു ഉദാഹരണത്തിലൂടെ വിവരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു മൊബൈൽ ഫോൺ കണ്ടോ. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കും ഇത് എനിക്ക് ആരാ തന്നെ? അപ്പോൾ ഞാൻ പറയും ജോൺ. അപ്പോൾ ജോണിന് ആര് കൊടുത്തു? മാത്യു. അപ്പോൾ മാത്യുവിന് ആര് കൊടുത്തു? മാർക്ക്. മാർക്കിന് ഇതാരാ കൊടുത്തത്? ലൂക്ക്. പക്ഷേ നിങ്ങൾക്ക് ഈ ചോദ്യം അങ്ങനെ അനന്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ഉണ്ടാകാൻ പറ്റില്ല അല്ലേ?
എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും ഈ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു ബിഗിനിങ് പോയിന്റ് ഇല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ നിങ്ങൾക്കിത് കാണാനും പറ്റില്ല. അതവിടെ പോയി. ദിസ് മൊബൈൽ ഫോൺ സിംപ്ലി കനോട്ട് എക്സിസ്റ്റ് വിത്ത് ഇൻഫിനിറ്റ് റിഗ്രസ്. ഒരു ഇൻഫിനിറ്റ് റിഗ്രസിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം ഹു ക്രിയേറ്റഡ് ഗോഡ് എന്നുള്ള നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങളുടെ വാദങ്ങളെ തന്നെയാണ് ഡിസ്പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു സെൽഫ് റെഫ്യൂട്ടിങ് ആർഗ്യുമെൻ്റ് ആണ്. കാണാതെ പോയ മൊബൈൽ കിട്ടിയില്ല, അത് ഇൻഫിനിറ്റ് റിഗ്രസിൻ്റെ കൂടെ അങ്ങ് പോയി, പോട്ടെ. ഇനി 4ാമത്തെ പ്രശ്നം, ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് ദൈവം സമയത്തിനുള്ളിൽ ഉള്ള ഒരു എൻറ്റൈറ്റിയാണ് എന്നാണ്. പക്ഷേ ദൈവം സമയത്തിനുള്ളിലല്ല, സ്പേസ് ആൻഡ് ടൈമിന് അപ്പുറത്താണ് ദൈവം. ആ സ്പേസിനെയും ടൈമിനെയും സൃഷ്ടിച്ചവനാണ് ദൈവം. ദൈവത്തിന് മുൻപ് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് ഈ ചോദ്യം ഇംപ്ലൈ ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സമയമില്ല. ദൈവം ഇറ്റേണലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ദൈവത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒന്നിനെ എങ്ങനെയാണ് ദൈവം എന്ന് വിളിക്കുക എന്ന് ചോദിച്ചു. ഈ ടൈം ആൻഡ് സ്പേസിനുള്ളിൽ അല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ടൈമിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ ഒരു സ്ട്രോങ് മാൻ വേർഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുക. ഞങ്ങൾ ഗോൾ പോസ്റ്റ് മൂവ് ചെയ്യുകയാണ് എന്നാണല്ലോ നിങ്ങളുടെ പരാതി. പക്ഷേ പ്രശ്നം ഞങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റുന്നതല്ല. ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എന്താണ് ഗോൾ എന്ന് പോലും നിങ്ങൾക്കൊരു ധാരണയില്ല. ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം പോലും നിങ്ങൾക്കില്ല. ദാറ്റ് ഷോസ് യുവർ ഇൻ്റലക്ച്വൽ ലേസിനെസ്. നിങ്ങളുടെ ഭാവനയിൽ മാത്രമുള്ള ടൈമിനും സ്പേസിനുമുള്ളിൽ നിൽക്കുന്ന സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ആൻഡ് വേർഷനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. ക്രൈസ്തവ വിശ്വാസവുമായി ഏതെങ്കിലും രീതിയിൽ ചേർന്ന് പോകുന്ന ഒന്നല്ല. ബൈബിളിലെ ദൈവം ടൈമിനും സ്പേസിനും വെളിയിലാണ്. ഈസ് അൺകോസ്ഡ് കോസ് ആൻഡ് അൺമൂവ്ഡ് മൂവർ. ഇക്കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്തത് ഞങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റുകയാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നു. ഇനി ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ, സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് നമ്മുടെ 5ാമത്തെ പോയിൻ്റാണ്. അൺക്രിയേറ്റഡ് എന്ന ആശയത്തെ നിങ്ങളിവിടെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഈ അൺക്രിയേറ്റഡ് എന്ന ആശയം ഞാനൊന്ന് വ്യക്തമാക്കാം. നമ്മളെല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണിത്. ആരും സൃഷ്ടിക്കാത്ത സ്വയം നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്ന് നിരീശ്വരവാദികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. യു കാൺ ഗെറ്റ് എനിത്തിങ് ഫ്രം നത്തിങ്. പണ്ട് കാലത്ത് ഇവിടെ പരിപൂർണമായ ശൂന്യതയായിരുന്നുവെങ്കിൽ, തികഞ്ഞ ഇല്ലായ്മയായിരുന്നുവെങ്കിൽ ഇന്നും ഇവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്നെന്നും നിലനിന്നിട്ടുണ്ടാവണം എന്ന് നമുക്ക് യുക്തിപൂർവ്വം അനുമാനിക്കാൻ സാധിക്കും. അങ്ങനെ സൃഷ്ടിക്കപ്പെടാത്ത എന്നെന്നും നിലനിൽക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു പേഴ്സൺ അല്ലാത്ത വെറും ഒരു എനർജി ആയിക്കൂടെ നിങ്ങൾ ഈ പറയുന്ന സകലതിനെയും സൃഷ്ടിച്ച ദൈവം? അതായത് ഒരു വ്യക്തി അധിഷ്ഠിതമല്ലാത്ത ഒരു ദൈവ കാഴ്ചപ്പാട്, അതായത് നോൺ പേഴ്സണൽ ഗോഡ്. ഈ ഒരു വാദത്തിന് എന്തുമാത്രം നിലനിൽപ്പുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സൃഷ്ടിക്കപ്പെടാത്ത, ആരംഭമില്ലാത്ത ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെയായിരിക്കണം സ്പേസും ടൈമും അടക്കം സകല സൃഷ്ടപ്രപഞ്ചങ്ങളും പദാർത്ഥങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥലത്തിനും കാലത്തിനും അതീതമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം ബിക്കോസ് ഇറ്റ് ക്രിയേറ്റഡ് സ്പേസ് ആൻഡ് ടൈം. മാത്രമല്ല പദാർത്ഥത്തെ സൃഷ്ടിച്ചവൻ പദാർത്ഥാധിഷ്ഠിതമായ ഒന്നായിരിക്കില്ല. ഇനി ഞാനിവിടെ 2 പോയിന്റുകളാണ് തെളിയിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട സൃഷ്ടിക്കപ്പെടാത്ത, ആരംഭമില്ലാത്ത യാഥാർത്ഥ്യം, അതായത് ദൈവം. 1, അത് കോൺഷ്യസ് ആയിരിക്കണം. 2, അതൊരു പേഴ്സൺ ആയിരിക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫസ്റ്റ് കോസ് എന്നത് ഗ്രാവിറ്റിയോ എനർജിയോ പോലെ ഒരു നിർജ്ജീവമായ ശക്തി, ഇംപേഴ്സണൽ ഫോഴ്സ്, എനർജി മാത്രമായിരുന്നെങ്കിൽ അതിന് ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ആ ഇംപേഴ്സണൽ ഫോഴ്സ് അവിടെ വെറുതെ നിലനിൽക്കത്തേ ഉള്ളൂ. കാരണം
കോസ് ഇറ്റേണൽ ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റും ഇറ്റേണൽ ആയനെ. അതായത് പലരും പറയുന്നത് പോലെ ഒരു എനർജി മാത്രമായിരുന്നു ഇതെങ്കിൽ, ഒരു വ്യക്തി അധിഷ്ഠിതമല്ലാത്ത, പേഴ്സണൽ അല്ലാത്ത ഒരു ഇറ്റേണൽ കോസ്, ഒരു എനർജി മാത്രമായിരുന്നു ഇതെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചവും ഇറ്റേണൽ ആയിരിക്കണം. പക്ഷേ ഈ പ്രപഞ്ചം ഇറ്റേണൽ അല്ല, ഇതിന് കൃത്യമായൊരു തുടക്കമുണ്ട്. ഇറ്റേണൽ ആയിട്ടുള്ള ഒരു കോസിൽ നിന്നും, ഒരു കാരണത്തിൽ നിന്നും തുടക്കമുള്ള ഒരു പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ ഇറ്റേണൽ കോസ് കോൺഷ്യസ് ആയിരിക്കണം, അതായത് ദൈവം കോൺഷ്യസ് ആയിരിക്കണം. അതിന് സ്വന്തമായ ഒരു ഇഷ്ടം അല്ലെങ്കിൽ വില്ലുണ്ടായിരിക്കണം. സൃഷ്ടിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ്, ദ എബിലിറ്റി ടു ചൂസ് ഉണ്ടായിരിക്കണം. ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ബുദ്ധി വേണം, അതായത് മൈൻഡ് വേണം. മൈൻഡ് ഉണ്ടാവണമെങ്കിൽ അതൊരു പേഴ്സൺ ആയിരിക്കണം, ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് അൺക്രിയേറ്റഡ് എന്ന് പറയുന്നത് വെറും ഒരു ഫോഴ്സ് അല്ല, ഒരു എനർജി അല്ല. ഹി ഈസ് എ പേഴ്സൺ ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ഹി ഈസ് ഗോഡ്.